തിരൂർ പടിഞ്ഞാറക്കര ബോട്ട് ജെട്ടിയിലെ ഒരു ചാക്കിനകത്ത് മൃതദേഹം. ബോട്ട് ജെട്ടിയിലെ ഒരു ബോട്ടിൻ്റെ ആങ്കർ അവർ വലിച്ചു മാറ്റിയപ്പം ആ ആങ്കർ എവിടെയോ ഉടക്കി മറ്റൊരു ബോട്ടിൻ്റെ ആങ്കറിലായിരിക്കാം എന്നവർ കരുതി. ഏതായാലും ബലം പ്രയോഗിച്ച് അവർ ആ ആങ്കർ വലിച്ചു പൊക്കിയപ്പോൾ ഒരു ചാക്കുകെട്ടിനകത്ത് ഒരു മൃതദേഹം. ഇത് ബോട്ട് ജെട്ടിയിലുള്ളവരെയും അവിടെ എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചാക്കുകെട്ടിനകത്തൊരു മൃതദേഹം കാണുമെന്ന്. അത് ആ മംഗലാപുരം സ്വദേശിയായ ഹുസൈൻ എന്ന ആളുടെ ഭാര്യയാണ്. ഹുസൈനെ മൊബൈലിൽ വിളിച്ചിട്ടും ലഭിക്കുന്നില്ല. എവിടെയോ ഒന്ന് ഓണാക്കി ഓഫായി. ഏതായാലും കഴുത്ത് ഞെരിച്ചു കൊന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഹുസൈൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ബോട്ടിൻ്റെ അവിടെ ഇഷ്ടം പോലെ മീൻ വന്നു, ചാകരയാണ്, ധാരാളം മീൻ വാരാം നമുക്ക്, അതുകൊണ്ട് നീ ഇങ്ങടെ വരണമെന്നൊരു രാത്രി 1:30 മണിക്ക് അവിടെ നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി. മക്കൾ കിടന്ന് ഉറങ്ങുന്നു. ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയ ശേഷം വ്യാഴാഴ്ച ഫൗസിയ, ഇയാളുടെ ഭാര്യ, അവർക്ക് 37 വയസ്സുണ്ട്, അവർ വന്നില്ല, കണ്ടില്ല. ഏതായാലും വ്യാഴാഴ്ച ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചാക്കി കെട്ടിയ മൃതദേഹം കാണുന്നത്. അഴിച്ചു നോക്കിയപ്പോഴാണ് ഫൗസിയുടെയാണെന്ന് മനസ്സിലായത്. തിരൂർ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിയിലെ ബോട്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള ആങ്കറിൽ കുരുങ്ങിയാണ് ഇത് കിടക്കുന്നത്. ഏതായാലും ഹുസൈനെ പറ്റി പോലീസ് അന്വേഷിച്ച് നടന്നു. ഏതായാലും അയാൾ ഒന്നും അറിയാത്ത പോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. മലപ്പുറം പൂക്കയിൽ നിന്നും ബസ്സിൽ വെച്ച് അയാളെ പിടികൂടി. അയാൾ ഏതായാലും കുറ്റം സമ്മതിച്ചു. ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. എന്താണ് മോട്ടീവ്, എന്തുകൊണ്ടാണ് ആ ഭാര്യയെ കൊന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഹുസൈനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിച്ചാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തമ്മിലുള്ള റിഫ്റ്റ് എന്താണ് അവർ തമ്മിൽ ഉള്ള പ്രശ്നം എന്നുള്ളതിനെപ്പറ്റി ഇനി നമുക്കത് മനസ്സിലാക്കാൻ കുറിച്ചുണ്ട്. ഏതായാലും തിരൂർ പോലീസ് ഇതിനെ സംബന്ധിച്ച് കേസിൻ്റെ അന്വേഷണത്തിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും കുളത്തൂർ പടിഞ്ഞാറേക്കരയിൽ ഈ നങ്കൂരമിട്ട ബോട്ടിൽ അത് നങ്കൂരം എടുക്കാൻ ശ്രമിച്ചപ്പം അത് മറ്റൊരു നങ്കൂരത്തിൽ ഉടക്കിയെന്നാണ് അവർ കഴിഞ്ഞത്. പക്ഷെ അവരവിടെ മുങ്ങി അത് പരിശോധിച്ചപ്പോൾ ഒരു ചാക്കുകെട്ടിലാണ് ഉടക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ചാക്കുകെട്ട് പുറത്ത് കൊണ്ടുവന്ന് ബോട്ടിനകത്തോട്ട് കയറ്റിക്കഴിഞ്ഞപ്പോഴാണ് മനുഷ്യ ശരീരമാണെന്ന് കണ്ട് അവർ ഞെട്ടിയത്. ഫൗസിയ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുകൂടാതെ അവർക്ക് അവിടെ എവിടെയോ സ്ഥലത്തൊരു ഡെയിലി വേജസ് ജോലിയുമുണ്ട്. നല്ല അധ്വാനിച്ച് കഴിയുന്ന ഫൗസിയയെ, മക്കളുണ്ട് 2 പേര്. ഇയാളൊരു മദ്യപാനിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു, സ്ഥിരമായിട്ട് മദ്യപിച്ച് നടക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് ഇവരെ മർദ്ദിക്കും. ഈ വീട്ടിലെ കുടുംബകലഹമാണ്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും ചുറ്റുമുള്ളവർക്ക് അറിയാം. പക്ഷേ മീൻ പിടിക്കാനായിട്ട് അയാൾ മീൻ വിൽപ്പനക്കാരനുമാണ്. മീൻ പിടിക്കുന്ന വലിയ ചാകര പോലെ മീൻ വന്നിരിക്കുന്നവരിന് ഭാര്യയെ രാത്രി 1:30 മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്. അടുത്ത ദിവസം അമ്മ വരും എന്ന് കുട്ടികൾ കരുതി. അടുത്ത ദിവസം ബുധനാഴ്ച രാത്രി പോയി. വ്യാഴാഴ്ച വൈകിട്ട് വരെ കുട്ടികൾ നോക്കിയിട്ട് കണ്ടില്ല. കുട്ടികളുടെ കരച്ചിലും നിലവിളി കണ്ടിട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടു. അമ്മയെ കാണാനില്ല, ഇയാളെ ഭർത്താവിനെയും കാണാനില്ല. ഇത് രണ്ടും വെച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇയാളെ ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസിന് സംശയമായി. ഈ ചാക്കുകെട്ട് അടുത്ത ദിവസം കണ്ടെത്തിയത് ഫൗസിയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയുകയും കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നതെന്നും പ്രാഥമികമായ പരിശോധനയെ പോലീസിന് മനസ്സിലായി. എങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ അതുതന്നെയാണ് മരണകാരണമെന്നും കരുതുന്നു. എന്തായാലും പ്രതിയെ കിട്ടി, പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് വൈരാഗ്യ കാര്യം, എന്തിനാണ് കൊന്നത്, എങ്ങനെ കൊന്നു, എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യത്തിലേക്ക് പറ്റി കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്.